ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിൽമിയാസ് വണ്ടർലാൻഡ്. അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസാണ്. നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു സംഭവത്തിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംപെക്സിൻ്റെ 4.5 ലിറ്ററിൻ്റെ ഒരു എയർ ഫ്രയർ ആണിത്. അപ്പോൾ നമ്മളിതിപ്പം ഓണത്തിന് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ലൊരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇങ്ങനെയാണ്. ഇതിനൊരു ബാസ്ക്കറ്റ് ഉണ്ടാവും. ഇതിൻ്റെ അകത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റാണ് വരുന്നത്. അതിൻ്റെ അകത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു തട്ടും കൂടി ഉണ്ടാവും. അതിന് മേലെ വെച്ചിട്ടാണ് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ഗ്ലാസ് ടൈപ്പ് കാണാം. ആ ബാസ്ക്കറ്റിനോട് അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കതിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ മേലെയാണ് ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളതിൻ്റെ പ്ലഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്കിതിൽ ആ ഒരു ബട്ടൺ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. അപ്പോൾ നമുക്കിതിൽ എന്താണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കന്, പിന്നെ ഫിഷ്, പിസ്സ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിതിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ചൂടും മറ്റ് ടൈമൊക്കെ നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 200 ഡിഗ്രിയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ നമുക്കതിൽ ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 10-20 മിനിറ്റാണ്, 25 മിനിറ്റാണ്, എത്ര എന്നുള്ളത് നമുക്കതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇത് കാര്യമായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പമായിട്ട് തോന്നിയത്. പിന്നെ ചിക്കനൊക്കെ ഇതിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഫസ്റ്റ് കിട്ടിയ സമയത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു ട്രൈ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇതിൽ കൊള്ളുന്നത്ര വെച്ച് കൊടുത്താൽ മതി. നിരത്തിയിട്ടായിരിക്കണം വെക്കേണ്ടത്. മേലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 3000 ആണ്. അപ്പോൾ ഇത് നമ്മളിതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെനുവിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെതാണ്. 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഇതിൻ്റെ ടൈം വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഇത് തുറന്നിട്ട് എടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റൊക്കെ വരും ഇതിൻ്റെ അകത്ത്. നമുക്കിത് ശരിക്കും കുക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ടൈമൊക്കെ മേലെ കാണാൻ വേണ്ടി പറ്റും, എത്ര ടൈമാണ് ബാക്കിയുള്ളതെന്ന്. ഇതിപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന് നമ്മൾ സൗണ്ടൊക്കെ വരും. ഇത് ഓഫായി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓയിലൊന്നും ഇല്ലാതെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഓയിലിൻ്റെ സ്പ്രെയർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ എണ്ണയിലൊന്നും ഇട്ട് പൊരിച്ചെടുക്കാൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് ഫിഷൊക്കെ നന്നായിട്ട് ചുട്ടിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.